അപ്പോൾ ഒരു പച്ച സാധനം പോട്ട് തോൽവി ഒരിക്കലും എനിക്കൊരു പുത്തരിയല്ല ഗൈസ്. അപ്പം നമുക്ക് ആ മരയോന്തനെ കണ്ടുപിടിക്കാൻ നേരത്തെ അടഞ്ഞിടുന്ന വാതിൽ തുറന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ആ വഴി പോയി നോക്കാം. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഗൈസ് ഇത് ഏത് യൂണിവേഴ്സിറ്റിയാണ്? തലം കണ്ടിട്ട് അത്ര പന്തിയല്ലല്ലോ. നമ്മൾ ഈ കാണുന്നത് മത്താപ്പൂന്റെയും ഓലപ്പടക്കത്തിന്റെയും അമ്മാവന്റെ മോനാണ് ഗൈസ്. യെസ് ഗൈസ്, പന്നിപ്പടക്കം. ഹലോ മച്ചമ്മരെ. അപ്പൊ കഴിഞ്ഞ കളിയില് നമ്മുടെ മത്താപ്പൂന്റെ മോൻ ഓലപ്പടക്കം നമുക്ക് ചെറിയൊരു പണി തന്നായിരുന്നു, വളരെ ചെറുത്. മോളിൽ നിന്ന് താഴോട്ടെടുത്ത് ചാടിയപ്പോ എനിക്ക് പറ്റിയത് ഇതാണ് ഗൈസ്. യെസ് ഗൈസ്, നമ്മൾ ചെറുതായിട്ടൊന്ന് മത്താപ്പൂവിന്റെ മുന്നിൽ പടക്കമായി മാറി. എന്തായാലും നമുക്ക് അതൊന്നും നോക്കാതെ നമുക്ക് കളിയുടെ ബാക്കി കളിക്കാൻ ഗൈസ്. കണ്ടു, ഞാൻ കോസ്റ്റ്യൂമൊക്കെ മാറി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് തിരിച്ച് കളിക്കാൻ വേണ്ടി. ശകല സ്പീഡിൽ പോകും ഗൈസ്, കാരണം ഈ മത്താപ്പൂവിന്റെ മോൻ എവിടെ നിന്നാണ് തലയിലോട്ട് പൊട്ടി വീഴുന്നത് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ കളി നിർത്തിയത്. അപ്പോൾ ഒന്നുകൂടി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ആരോളിനെ നേരത്തെ ഇവിടെ കണ്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതേ പിന്നെ വെന്റി കൂടെ നമുക്ക് നേരെ പോകും. ഏത് ദുനിയാവിലോട്ടാണ് പോകുന്നതെന്നും അറിയത്തില്ല. ലിഫ്റ്റല്ലേ എലിവേറ്റർ? എലിവേറ്റർ അല്ലട, ഇത് വേറെന്തൊരു പാടെ നമ്മൾ ഓടുന്നായിരുന്നു. സോറി ഗൈസ്. അയ്യോ ബിറ്റിനെ പടമായി. അയ്യോ സെറ്റ് ഗൈസ്. 1 2 3 4 7 മുത്താപ്പൂൻ്റെ അടുത്ത് തന്നെയാണ് പിന്നെ ഇരുന്ന് തേങ്ങ. അയ്യന്റെ മോനെ ഇതിൽ കുഞ്ഞി ചത്തു. ഇല്ലാന്ന് തോന്നുന്നു ഗൈസ്. ചാടിയേക്കാം. യാടാ വെന്റി കയറാൻ പറ്റി. നമ്മളെ മാളത്തിൽ കൂടെ ഗൈസ്. ഇത് ഏത് യൂണിവേഴ്സിറ്റിയാണ്? തലം കണ്ടിട്ട് അത്ര പന്തിയല്ലല്ലോ. നമ്മൾ ഈ കാണുന്നത് മത്താപ്പൂന്റെയും ഓലപ്പടക്കത്തിന്റെയും അമ്മാവന്റെ മോനാണ് ഗൈസ്. യെസ് ഗൈസ്, പന്നിപ്പടക്കം. പന്നിപ്പടക്കം എന്ന് പറയുന്നത് നാക്കെടുത്തില്ല. നമുക്ക് AK-47 ആണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. വെടിവെപ്പും പുകയൊക്കെ ഒരുമിച്ചായിരുന്നു ഗൈസ്. എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പന്നിപ്പടക്കത്തിന്റെ മോനെ നമുക്ക് AK-47 വെച്ച് പൊട്ടിക്കണം എന്നാണ് തോന്നുന്നത്. വെടിവെക്കുന്ന പുള്ളി മുന്നോട്ടും പിന്നോട്ട് കൊടുത്തു. എന്താ ഇങ്ങനെ? തോൽവി ഒരിക്കലും എനിക്കൊരു പുത്തരിയല്ല ഗൈസ്. അപ്പം നമുക്ക് ആ മരയോന്തനെ കണ്ടുപിടിക്കാൻ ഇവൻ എത്ര വലിയ പൊട്ടനാണോ? അവന്റെ കിച്ചണിൽ തന്നെ നമുക്ക് കൊണ്ടുവച്ചേക്കാണ് തന്നെ പോക്കാൻ വേണ്ടിയുള്ള വെടിയുണ്ടേയും AK-47 പൊട്ടനാടാ. എന്തൊക്കെയായാലും പൊട്ടനുള്ള പണി ഞാൻ തന്നെ കൊടുക്കണം ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇത്തിരി സ്പീഡ് കൂട്ടി ഓടാം. ഈ പന്നിപ്പടക്കത്തിനുണ്ടല്ലോ ഒരു തീപ്പൊരി കിട്ടുവാണെങ്കിൽ ഇവരെ ഒരു രക്ഷയില്ലാതെ പോയില്ലേ. എന്തായി പോണ്ടായേ? എവിടാ പന്നിപ്പടക്കം? അപ്രത്യക്ഷനായി. നേരത്തെ അടഞ്ഞിടുന്ന വാതിൽ തുറന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ആ വഴി പോയി നോക്കാം. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. അമേസിംഗ് മൈൻഡ് ബ്ലോയിങ് ഫാന്റാസ്റ്റിക് ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് പുതിയൊരു സ്ഥലത്തേക്ക് പോയി നോക്കാം. പതിവ് പോലെ ആരെ വിട്ടിട്ടുണ്ട് ചാടി നോക്കാം. ശരിക്കും അതായത് നമ്മൾ വേറൊരു ജിമ്മിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പച്ച സാധനം പോട്ട് നമുക്ക് അതിൻ്റെ അടുത്തോട്ട് ഒന്ന് പോയി നോക്കാം. നമുക്ക് എണി വഴി കയറി പോവാം. എന്താണ് മേളിലെന്ന് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. എക്സിറ്റ് ഗൈസ്, എക്സിറ്റ് അവസരം. നമ്മൾ ഇവിടുത്തെ രക്ഷപ്പെടാൻ പോകുന്നത്. പിന്നെ ഫാനൊക്കെ എടുത്ത് മാറ്റിക്കൂടെ? പേടിയാവുന്നു. ഗൈസ് നമ്മളിത് എവിടെയാ? നമുക്കറിയത്തില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ രസം ഉണ്ടായിരുന്നു. ഇനി നമ്മൾ സൂക്ഷിച്ചു പോയി. ഇനി തൊട്ട് ബി കെയർഫുൾ ഗൈസ്. ഇവിടെ ഒരു ചുമലയല്ല ഗൈസ്, നീലയും പച്ചയും മഞ്ഞയും ഒക്കെ ഉണ്ട്. ഇതുപോലത്തെ ഒരു പണി പ്രതീക്ഷിച്ചില്ല ഗൈസ്. പോയി നോക്കാം. എല്ലാം ജസ്റ്റ് വിസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തട്ടിയില്ല ഗൈസ്. നമ്മൾ പിന്നെ സ്പൈഡർമാൻ ആയിട്ടാണ് ആരോ ഒന്നോടൊക്കെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു യൂണിവേഴ്സിലോട്ട് എത്തിയിട്ടുണ്ട്. ഇത് ആരോ കാട്ടിയിട്ടുണ്ട്. ഈ 2 വഴികളുണ്ടല്ലോ മനുഷ്യനെ വഴി തെറ്റിക്കാൻ വേണ്ടി. നമുക്ക് ആ വഴി പോയി നോക്കാം. എന്തോ ഇവിടെ കാര്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ളതായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. ഫൈനൽ ബോസ്.
ഷിറ്റ് എന്തറാ പോണത്? ഉയ്യോ എടാ നമ്മുടെ മത്താപ്പു. ഓ അത് ശരി, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ലടാ. എടാ അവനങ്ങ് ടെററായി കേട്ടാ. സാരമില്ല, നമുക്ക് മാനേജ് ചെയ്യാം. ഇവനെയൊക്കെ എങ്ങനെയാടാ കൈകാര്യം ചെയ്യുന്നത്? നമ്മൾ ഇവിടുന്ന് ഉണ്ടകളാണ് ഈ രണ്ട് പ്രദേശം അപ്പുറത്തോട്ടാ പിടിച്ചു. എന്താ മോനെ ഇങ്ങനെ? ഓ ഇനി എന്താണ് ചോദിച്ചാൽ ഇത്തിരി പണിയാണെന്നാണ് തോന്നുന്നത്. അയ്യോ, നമുക്ക് വാല് തുറന്നു തരണമെങ്കിൽ കഴിഞ്ഞ വട്ടത്തെ പോലെ അവനെ കൊല്ലണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു രക്ഷയില്ലാട്ടോ, ഇവൻ മറ്റേ പന്നിപ്പടക്കത്തിനെ പോലെ നിന്ന് തരുന്നതേ ഇല്ല. ഇവനാണ് കൊല്ലുന്നത് ഏറ്റവും. ഏട്ടാ തീർന്നിട്ടാ. നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് എസ്കേപ്പ് ആവാൻ പോകുന്നാണ് തോന്നുന്നത്. ഇതെന്തടാ, നമ്മള് തോക്ക് കയ്യിൽ നിന്ന് എടുത്തല്ല. ഇതിൽ ഈ വെടിയുമ്പൊക്കെ ഓ നമ്മൾ സ്പോണായിട്ട് വേറെ എവിടെ എത്തി? എവിടെയാ ഇത്? ഇവിടെ ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തോട്ടൊന്നും പോവാതെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പിന്നെ എക്സിറ്റ്. എനിക്ക് വയ്യത്. ഇത് അവസാനത്തെ എക്സിറ്റ് ആയാൽ മതി. ഇത് കൂടെ കൂട്ടി രണ്ടാമത്തെ എക്സിറ്റ് ആയത്. ഒരു മഞ്ഞ എക്സിറ്റ് ആയി.